നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിന് പ്രിയമുള്ള ദൈവമക്കളെ, അനുഗ്രഹീതമായ നല്ല ദിവസം, വിശേഷിയാൽ ഇന്ന് കർത്തൃദിവസം കൂടെയാണ്. ഈ നല്ല കർത്തൃദിവസത്തിൽ കർത്താവിൻ്റെ തിരുപാദപീഠത്തിലിരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ വചനം ആലോചനയായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ കൃപയിൽ തന്നെ ഞാൻ ശരണപ്പെടുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹാദയ വചനത്തിലൂടെ എത്രയോ പ്രാവശ്യം വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്നും ചില ആത്മീക സത്യങ്ങൾ നമ്മൾ അറിയേണ്ടത്, നമ്മളെ തിരുത്തേണ്ടത്, നമുക്ക് പ്രയോജനപ്പെടേണ്ടത് പരിശുദ്ധനായ ദൈവം നമുക്ക് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും ആദരപൂർവ്വം വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന ദൈവത്തിന് ഒത്തിരി നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ സ്വർഗം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശെ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. അവസാന വാക്കൊന്നോടെ ആവർത്തിക്കുന്നു, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പരീക്ഷണാർത്ഥം കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്. യേശുക്രിസ്തുവിനോട് ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾ വേദപുസ്തകത്തിൽ എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ശിഷ്യന്മാരായിരിക്കാം, ചിലപ്പോൾ യഹൂദന്മാരായിരിക്കാം, ചിലപ്പോൾ പുരുഷാരത്തിൽ ചിലരായിരിക്കാം, ചിലപ്പോൾ കർത്താവിനെ പിൻപറ്റിയ ആളുകളിൽ ചിലരായിരിക്കാം. ആരുമാകട്ടെ, നമ്മുടെ കർത്താവിനോട് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ചോദ്യങ്ങൾ മാത്രം പെറുക്കിയെടുത്ത് അതിന് മറുപടി വേദപുസ്തകത്തിൽ നിന്നൊരു പുസ്തകമായിട്ട് ഇറക്കിയാൽ ആർക്കെങ്കിലും അതിന് കഴിവുണ്ടെങ്കിൽ എത്ര ശക്തമായി ലോകം അറിയേണ്ട വ്യവസ്ഥകൾ, അതിൻ്റെ തനതായ നിലവാരത്തിൽ കർത്താവ് പറഞ്ഞ മറുപടി നമ്മൾ കുറച്ചുകൂടെ വേദപുസ്തകത്തിലെ മറ്റിതിൻ്റെ വാക്യങ്ങളോട് ചേർത്ത് മനുഷ്യവർഗത്തിന് മുമ്പിൽ അത് സമർപ്പിച്ചാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉന്നതമായിരിക്കുന്ന ശ്രേഷ്ഠ നിലവാരമുള്ളൊരു പുസ്തകമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കർത്താവിനോട് ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾ വേദപുസ്തകത്തിൽ, വിശിഷ്യ പുതിയ നിയമത്തിൽ കൂട്ടി ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇവിടെ ഇതാ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു അഥവാ ദൈവം മനുഷ്യനായി ഭൂമിയിലെത്തിയപ്പോൾ യഹൂദന്മാർ യേശുവിനോട് അഥവാ ദൈവത്തോട് ചോദിച്ച ചോദ്യമാണ്, ഏതെങ്കിലും കാര്യം പറഞ്ഞ് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ? യേശുക്രിസ്തുവിനെ നിഷേധിച്ചു. നോ, ഒരു കാരണവശാലും ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കാൻ പാടില്ല. ഒരു ന്യായീകരണമായിട്ട് പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, മോശ ഞാൻ പണ്ട് പറഞ്ഞല്ലോ, വേണ്ടി വന്നാൽ ഉപേക്ഷണപത്രം കൊടുത്ത് ഉപേക്ഷിക്കാമെന്ന്. അതിന് യേശു അനുവാദം കൊടുക്കുകയല്ലായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം മോശ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ വേണ്ടി എടുക്കുന്ന വാക്ക് കല്യാണമല്ല, ഡിവോഴ്സ് അല്ല. ഇന്ന് ചിന്തിക്കാൻ വേണ്ടി എടുക്കുന്ന വാക്ക് ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ മനഃപൂർവ്വമായി മാറ്റിവെക്കുന്നു. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള ദൈവത്തിൻ്റെ ആത്മീക സന്ദേശത്തിന് അവസാനത്തെ പദം മാത്രം മതി, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾ ഓർത്ത് നോക്കി, നമ്മളൊക്കെ പല കാര്യത്തിൽ അനവധി പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ വാചകമാണത്. ഞാൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിവിധ വിഷയങ്ങളുമായി, ഞരങ്ങുന്ന കാര്യങ്ങളുമായി, കരയുന്ന വിഷയങ്ങളുമായി, തകരുന്ന ഭാരങ്ങളുമായി ആളുകൾ വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇതെത്ര നാളായി ഇങ്ങനെയായിട്ട്? ആദ്യം മുതൽ ഇങ്ങനെ ആയിരുന്നു? അയ്യോ, അവർ പറയും, എൻ്റെ പൊന്നു പാസ്റ്ററേ, അങ്ങനെയൊന്നും അല്ലായിരുന്നു പാസ്റ്ററേ, എന്തോ സന്തോഷമായിരുന്നറിയാമോ, എന്ത് നല്ല കൊച്ചനായിരുന്നറിയാമോ, എന്ത് നല്ല മനുഷ്യനായിരുന്നറിയാമോ, എന്ത് പറ്റിയെന്നറിയില്ല, അയ്യോ ആരെന്ത് ചെയ്തെന്നറിയില്ല. ഇല്ലേ, അങ്ങനെയല്ലേ? ഓർത്ത് നോക്കിയേ, ഓരോരോ കാര്യങ്ങൾ ഓർത്ത് നോക്കിയേ, കുടുംബജീവിതത്തിലേക്ക് തന്നെ നോക്കിയേ. വിവാഹ ജീവിതം തുടങ്ങിയ കാലം, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകൾ എത്ര സുന്ദരമായിരുന്നു, എത്ര ശ്രേഷ്ഠം. ആ വിളിയും പറച്ചിലും കരുതലും സ്നേഹമല്ല. പിന്നെ എന്തു പറ്റി? 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ എന്തൊക്കെയോ ധാരണപ്പശകുകൾ, എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്നത് പോലെ, എന്തൊക്കെയോ അകൽച്ച, മറ്റാരൊക്കെയോ ഇടപെടുന്നത് പോലെ. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ മൊബൈൽ ഫോണൊക്കെ വന്നതോടുകൂടെ എൻ്റെ ദൈവമേ,
ഈ ആധുനിക സൗകര്യങ്ങൾ വന്നതുപോലെ അതിനുശേഷം അതിനു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അല്ലേ? നിങ്ങൾക്കും ഇത് കേൾക്കുമ്പോൾ പറയാനുണ്ടായിരിക്കും, അയ്യോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എത്ര കരുതുന്ന, എത്ര സ്നേഹിക്കുന്ന, ഞങ്ങളും കുഞ്ഞുങ്ങളും എന്നല്ലാതെ വേറെ യാതൊരു ചിന്തയും ഇല്ലാതിരുന്ന, ജോലി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും സന്ധ്യ മയങ്ങുന്നതിനൊക്കെ ഓടി എത്തിക്കൊണ്ടിരുന്ന, വന്നാൽ വർത്തമാനവും പാട്ടുമൊക്കെയായി. ഇപ്പം അങ്ങനല്ല. വന്നാൽ മൊബൈലും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങുക. ഒരു കോള് വന്നാൽ പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് കയറി വരുന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അല്ലേ? ആദിയിൽ ഇങ്ങനെയല്ലായിരുന്നു. പിള്ളേരുടെ കാര്യം എടുത്താലോ, എത്രയോ പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴും ചോദിക്കും, നല്ല കൊച്ച്, നല്ല മോള്, ഇവളിങ്ങനെ LKG മുതൽ ഇങ്ങനെ ആയിരുന്നു. ഇവിടെ 5 പഠിക്കുമ്പോഴും 4 അയ്യോ എൻ്റെ പൊന്നു വാസിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. 10ാം ക്ലാസ്സിലൊക്കെ എന്ത് മാർക്കായിരുന്നറിയാമോ? സൺഡേ സ്കൂളിലൊക്കെ എന്ത് ആക്റ്റീവാന്നിരുന്നാവും. 12ഒക്കെ ജയിക്കുമ്പോൾ ആ കോളേജിൽ നിന്ന്, ആ സ്കൂളിൽ നിന്ന് ഏറ്റവും മിടുക്കനായി പുറത്തു വന്നതാണ്. ടീച്ചേഴ്സിൻ്റെ ഞങ്ങളുടെയൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ആദിയിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അയ്യോ എൻ്റെ പ്രാകൃതമേ ഇങ്ങനെ അല്ലായിരുന്നു. എന്ത് സുന്ദരനായിരുന്നു അറിയാമോ? ഇന്നവൻ മുടിയും വെട്ടിയല്ല, ഇവൻ പറഞ്ഞാലും കേൾക്കുകയല്ല. വസ്ത്രം തന്നെ വല്ലാത്തൊരു രീതിയിലൊക്കെയായി. മിണ്ടത്തില്ല, പറയത്തില്ല, ഒരു മുറിക്കകത്തായി. ഞങ്ങളുമായിട്ട് അകന്നു. വേറെ എവിടെയൊക്കെയാണ് കാര്യങ്ങൾ. അമ്മയെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അപ്പ പറയുന്നതിനപ്പുറത്തേക്ക് പോകത്തില്ലായിരുന്നു. ഇപ്പം ഇവനിങ്ങനെയൊക്കെ പറയുമെന്ന്, ഇവളിങ്ങനെയൊക്കെ പറയുമെന്നേ വിചാരമില്ലായിരുന്നു. എന്തു പറ്റിയെന്നറിയില്ല. ആദിയിൽ ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയല്ലായിരുന്നു. ആദിയിൽ ഇങ്ങനെയല്ലായിരുന്നു. ഓരോരോ കാര്യങ്ങൾ ഓർത്തു നോക്കിയ, ബിസിനസ് തുടങ്ങിയപ്പോൾ, ആ കമ്പനി ചെറുകിട വ്യവസായം തുടങ്ങിയപ്പോൾ, അയ്യോ എന്തുമായിരുന്നു. നമ്മൾ വിചാരിച്ചു കഷ്ടതയൊക്കെ തീരും, പ്രയാസങ്ങളൊക്കെ മാറും, ഇത് മതി, ഇതിൽ നിന്ന് ഉയർന്നു വരും. അത്യാവശ്യത്തിന് കാര്യങ്ങൾ നടക്കുന്നു. ബിസിനസ് ആണെങ്കിൽ അത് ഏറ്റവും നന്നായി പോകുന്നു. എടുത്തു വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ചിലവാകുന്നു. ആളുകൾ തിരക്കി വരുന്നു. ഉണ്ടാക്കി വയ്ക്കുന്നതെല്ലാം ഒന്നുപോലും നഷ്ടം വരുന്നില്ല. അയ്യോ മനോഹരമായിരുന്നു. സന്തോഷമുള്ള, രക്ഷപ്പെടുമെന്ന് വിചാരിച്ച ഈ സ്ഥാപനം കൊണ്ടല്ല ഇന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ പഠനം നടത്തിയത്, വീട് വെച്ചത്. പക്ഷെ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. ആദിയിൽ ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ കടമായി, കടത്തിൻ്റെ മേൽ കടമായി, കൊടുത്തു തീർക്കാൻ വയ്യാത്ത പ്രതിസന്ധിയായി, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നമായി. ഇപ്പോൾ നീ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. ആദിയിൽ ഇങ്ങനെ അല്ലായിരുന്നു. ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, സഭാജീവിതമാകട്ടെ, എന്തുമാകട്ടെ, ആദിയിൽ ഇങ്ങനെ അല്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ജീവിതമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കാര്യം ശരിയാണ്. കാലം പഴകുമ്പോൾ, പ്രായമാകുമ്പോൾ, വയസ്സേറുമ്പോൾ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും വല്ലാതെ കൈവിട്ടു പോയ വിഷയങ്ങളുമായി ഭാരപ്പെട്ട് നിൽക്കുവാണോ? ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങളുടെ കൂട്ടായ്മ, നിങ്ങളുടെ സഭ, നിങ്ങളുടെ ജീവിതമൊക്കെ അങ്ങനെ തന്നെയാണോ? ആദിയിൽ അങ്ങനെയല്ലായിരുന്നു എന്ന് പറയത്തക്ക രീതിയിൽ വല്ലാത്ത നൊമ്പരത്തിൻ്റെ ഒരു ഉടമയായി നിങ്ങൾ നിൽക്കുകയാണോ? ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ഉണർവ് എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനം പൂർവീകരണത്തിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ളത്. ആദിയിൽ എങ്ങനായിരുന്നു അവിടേക്ക് ചെല്ലുക. എല്ലാറ്റിനും ദൈവത്തിൻ്റെ വചനം, ദൈവം ഒരു മാതൃക വെച്ചിട്ടുണ്ട്. അതിലേക്ക് മടങ്ങിച്ചെല്ലുക. ആധുനികവൽക്കരണമല്ല, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളല്ല. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ മക്കളെ വളരണം, എങ്ങനെ സമ്പത്തുണ്ടാക്കണം, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, ഇതിനെല്ലാം ആദിയിലൊരു വ്യവസ്ഥയുണ്ട്. നമ്മൾ പുതുതായി കണ്ടുപിടിക്കുകയല്ല. ലോകം മുന്നോട്ട് പുതുതായി കണ്ടുപിടിച്ചു പോവുക. പണ്ടത്തെ വീടുകളൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. പണ്ടത്തെ വാഹനങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു. പണ്ടത്തെ വസ്ത്രധാരണം ഇങ്ങനെ അല്ലായിരുന്നു. പണ്ടത്തെ ആഹാര രീതി ഇതല്ലായിരുന്നു. ഇനി അതിലേക്കൊന്നും ആളുകൾ പോവുകയല്ല. എല്ലാം മുമ്പോട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ, രോഗം, കഷ്ടം, പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു വല്ലാത്ത വ്യവസ്ഥിതിയിലേക്ക് ലോകം പോകുമ്പോൾ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആത്മീക കാര്യത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ, ജീവിത സന്തോഷത്തിൻ്റെ കാര്യത്തിൽ, നിത്യതയിലെത്തുന്ന കാര്യത്തിൽ ഒരാധുനികവൽക്കരണവും ഇല്ല. 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു എന്തു പറഞ്ഞോ, സ്വർഗത്തിലെ ദൈവവും അപ്പോസ്തലന്മാരും കൂടി പരിശുദ്ധാത്മ നിറവോടെ എന്തു പറഞ്ഞോ, ആദിയിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും സ്വർഗത്തിൽ പോകാനുള്ള വ്യവസ്ഥ. അത് തന്നെയാണ് കുടുംബജീവിതം വിജയിപ്പിക്കാൻ ഇന്നുമുള്ള വ്യവസ്ഥ.
കാലം മാറിയപ്പോൾ, കണക്കുകൂട്ടലുകൾ തെറ്റിയപ്പോൾ, ലോകവും മനുഷ്യനും കണ്ടുപിടിച്ച ആധുനികമായിരിക്കുന്ന ക്രമീകരണങ്ങളും ചുമ്മാ ലൊട്ടിലൊടുക്ക് ഉദാഹരണങ്ങളും ഉപമകളും ഒന്നും ജീവിതത്തിൽ ഫലിക്കുകയല്ല. നിങ്ങൾ ആരെങ്കിലും ആത്മീയത്തിലും കുടുംബത്തിലും നന്മയിലും തികഞ്ഞവരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ആദിയിൽ എങ്ങനായിരുന്നു, മനുഷ്യൻ എന്തായിരിക്കണം, കുടുംബങ്ങൾ എന്തായിരിക്കണം, ബന്ധങ്ങൾ എന്തായിരിക്കണം, ദൈവത്തോടുള്ള അടുപ്പം എങ്ങനായിരിക്കണം, ഇതെല്ലാം ദൈവം എഴുതിയിട്ടുണ്ട്. ആദിയിൽ എങ്ങനായിരുന്നോ അതിലേക്ക് മടങ്ങിപ്പോണം. അതുകൊണ്ടാണ് പലരും പ്രാർത്ഥിച്ചത് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേന്ന്. ഇത് കേട്ടിട്ടുള്ള ആർക്കെങ്കിലും തോന്നുന്നോ, നാഥ ഞങ്ങളുടെ വിവാഹ ജീവിതം തുടങ്ങിയ കാലം, ഇന്നേക്ക് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് കരങ്ങളിൽ താങ്ങിയ കാലം, കണ്ണുനീർ തുടച്ച കാലം, സ്നേഹിച്ച കാലം, കാശൊന്നും ഇത്രയില്ലായിരുന്നെങ്കിലും, വണ്ടി പോലും ഇല്ലായിരുന്നെങ്കിലും, നടന്നാണ് പലയിടത്ത് പോയിരുന്നെങ്കിലും, തിന്നാനും കുടിക്കാനൊന്നും ഒത്തിരി ഇല്ലാതിരുന്നെങ്കിലും ഉള്ളത്തിൻ്റെ ഉള്ളിൽ സന്തോഷിച്ച കാലം, അതുപോലത്തെ ഒരു കാലത്തിലേക്ക് മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കാമോ? പണ്ടത്തെ പോലൊരു നല്ല കാലം ആദിയിൽ എങ്ങനായിരുന്നോ? ആരൊക്കെ പ്രാർത്ഥിക്കും, നാഥ ആദിയിൽ എങ്ങനായിരുന്നോ അതുപോലത്തെ ഒരു ജീവിതം തരണമെന്ന് പ്രാർത്ഥിക്കാമോ? അതിനർത്ഥം കാട്ടുജാതിക്കാരനായി ഒരു ശിലായുഗത്തിലേക്ക് മടങ്ങിപ്പോണമെന്നല്ല. ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്കൊരിക്കലും മാറ്റം വരുന്നില്ല, വ്യവസ്ഥകൾ ഒരിക്കലും പൊളിയില്ല, അതിരുകൾ ഒരിക്കലും മാറില്ല. ബാക്കി പുറമെ എന്തൊക്കെ മാറിയാലും നമുക്ക് ആദിയിൽ എങ്ങനായിരുന്നോ അതുപോലെയാകാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം. ഈ ഞായറാഴ്ച ദൈവം തന്ന ദൂതിനായി സ്തോത്രം. അപ്പാ, ആദിയിൽ എങ്ങനായിരുന്നോ അതാണല്ലോ കർത്താവ് പറഞ്ഞത്. ദൈവം എന്ത് ഉദ്ദേശിച്ചോ, ദൈവം എന്താഗ്രഹിച്ചോ, ദൈവം എന്ത് പറഞ്ഞു വെച്ചോ, ദൈവം എന്ത് പഠിപ്പിച്ചോ അതിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സ്വർഗം കൂടെ ഇരിക്കണം, കൃപയിൽ താങ്ങണം, മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ആരെങ്കിലും ആ പണ്ടത്തെ പോലെ ഒന്നാകണമെന്ന് കൊതിയോടെ കർത്താവിൻ്റെ സന്നിധി വന്ന് പറയുവാണെങ്കിൽ, എല്ലാ തകർച്ചകളും മാറ്റി, എല്ലാ അകൽച്ചകളും മാറ്റി അങ്ങയോടടുക്കാൻ, ആ പണ്ടത്തെ പോലൊരു നല്ല സന്തോഷം, മിണ്ടിയും പറഞ്ഞും സ്നേഹിച്ചും ചിരിച്ചും ഒക്കെ പോകുന്ന, കള്ളത്തരങ്ങളില്ലാത്ത, വളച്ചുകെട്ടില്ലാത്ത ആ പണ്ടത്തെ പോലത്തൊരു സുന്ദര ജീവിതം കൊടുക്കണേ അപ്പാ. മക്കൾക്ക് വേണ്ടി കരയുന്നവരെയും ഓർക്കണേ അപ്പാ. കടം കയറി ഒതുങ്ങിയിരിക്കുന്നവരെയും ഓർക്കണേ അപ്പാ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.